അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെണ്ടയ്ക്കായും നമ്മുടെ പുഴുങ്ങിയ മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ഓൾറെഡി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയുന്നതാണ് ഇതിന് നല്ലത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സാധനം. അപ്പോൾ അത് നമ്മൾ ചീനച്ചട്ടി നമ്മുടെ ഓൾറെഡി ചൂടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണ ഇടുന്ന ആവശ്യമില്ല, ഒരുപാട് എണ്ണ വേണ്ട. കടുക് പൊട്ടാനും വേണ്ടി മാത്രം നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ ചീനച്ചട്ടിയിൽ ഇത് എന്താ പറയുക പിടിക്കുകയും ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എണ്ണ എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളക്കടുക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ വറ്റൽമുളക് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളക് എടുത്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഉണ്ടല്ലോ ഇതിന് ആവശ്യമുള്ള നമുക്ക് കുറച്ച് സവോള, നമ്മളൊരു അരമുറി സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പൊ ഇനി നമുക്കൊരു സ്വല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഏറ്റവും കുറഞ്ഞ തീയില്, അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോകും. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അപ്പോഴേ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ എന്തോ ഒരു ഇതൊക്കെ മാറി സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സമയത്ത് നമ്മളിവിടെ നമ്മുടെ പുഴുങ്ങിയ നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെടുത്തിരിക്കുന്ന മുട്ടയുടെ അകത്തുണ്ടല്ലോ 2 നമ്മുടെ മഞ്ഞക്കരുണ്ട്, അതായത് ഉണ്ണി, ആ ഒരു ടൈപ്പ് മുട്ട ആയതുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ തൊട്ട് മുളക് പൊടി ചേർത്ത് കാശ്മീരി മുളക് പൊടിയാണ്, കളറിന് വേണ്ടിയിട്ട് മാത്രമേ അത്യാവശ്യം ഒരു ഇതിന് കൂടെ. അപ്പോൾ ഞാൻ പൊടിയുടെ എന്താ പറയുക പച്ചമണം ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത്രയുള്ള പരിപാടി. വെണ്ടയ്ക്ക ആയതുകൊണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്ത് പച്ചക്കും കഴിക്കുന്നല്ലേ വെണ്ടയ്ക്ക, ഒരു 3/4 ഭാഗം മതി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ 3 മുട്ടയെ നമ്മൾ പുഴുകിയെടുത്ത് അതിനകത്തൊന്ന് 2 എണ്ണം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതെ അതെ, ഈ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലത്തെ സാധനം ഇതിപ്പോ ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നൊരു സാധനമാണ്. അപ്പൊ ഇനി നമുക്ക് നമുക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അതെ, ഇത് ക്വാണ്ടിറ്റി ഒരു മുട്ട തന്നെ 2 കഴിക്കുന്നതിന്റെ എഫക്ട്, അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മള് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മള് വെണ്ടയ്ക്കയ്ക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. മുട്ടയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതുണ്ടല്ലോ അധികം ഇളക്കല്ലേ, ഇളക്കമാണെങ്കിലും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇളക്കുക. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഉപ്പ് ഇനിയിപ്പോ നമുക്കുണ്ടല്ലോ നിങ്ങളെ കൈ വെച്ചൊന്ന് ചെറുതായിട്ട് നിങ്ങളെ അപ്പൊ അതിനുള്ള അതെ. അപ്പൊ ഉപ്പുമായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയല്ലേ, അപ്പൊ അതിലൊരു കൊഴുപ്പ് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇടാം. അപ്പൊ നമുക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം. അതെ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇടുക, എല്ലാ സാധനവും നല്ല റെഡി ആയിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും കൊള്ളാം, ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നമ്മൾ സാധാരണ ചിലപ്പം വെണ്ടയ്ക്കാണ് കൂടെ മറ്റേ മുട്ട പച്ചമുട്ട ഓംലെറ്റ് പോലൊക്കെ നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളും കിടുക്കാച്ചി ടേസ്റ്റ് ആയി സാധനത്തിന് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമോ നിർദ്ദേശമോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ചപ്പാത്തിക്കും കഴിക്കാം, ചോറിന് കഴിക്കാം, എന്തിനാണ് കഴിക്കും, ചുമ്മാ വേണമെങ്കിലും കഴിക്കാം. അത് തന്നെ. അപ്പം ചെയ്ത് നോക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും അതൊക്കെ ഒന്ന്
ചെയ്തോണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വീഡിയോ ഒക്കെ അന്നേരം തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കാതെ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. ഒരു അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.